ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് കുഞ്ഞിന് പോകണം. അവൾക്ക് 7:30 ട്യൂഷനുണ്ട്. അപ്പം 7 മണിയാകുമ്പോൾ 6:55 ആകുമ്പോഴത്തേക്ക് ബസ് വരും. പിന്നെ കാപ്പിക്കൊപ്പം അവൾക്ക് കഴിക്കാൻ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് റെഡിയാവണം. 7 മണിയാകുമ്പോഴത്തേക്ക് പൊതിയും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ചോറും അച്ചാറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കോവയ്ക്ക മെഴുക്കുവരട്ടിയും എല്ലാം കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് മീൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൈയെല്ലാം മണമാവുമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല. ചിലപ്പോഴൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. മത്തിയാകുമ്പോൾ പ്രത്യേകിച്ച് കൊണ്ടുപോകത്തില്ല. അപ്പോൾ മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് മുട്ട പൊരിച്ചു. പിന്നെ ഇവിടെ അരകല്ലിലാണ് ചമ്മന്തി അരയ്ക്കുന്നത്. മിക്സിക്കകത്ത് അരച്ചാൽ അത്രയും ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അരകല്ലിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇഞ്ചിയും മുളകും ഉപ്പും പുളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ വെച്ചാണ് ഇവിടെ ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് 6:45 പെട്ടെന്ന് അവൾക്ക് ചോറ് റെഡിയാക്കുകയാണ്. വാഴയിലക്കകത്ത് ഇടയ്ക്ക് കൊടുത്ത് വിടാമെന്ന് ഞാൻ പറയും, പക്ഷേ അവൾക്ക് കൊണ്ടുപോകണ്ട, അവിടെ പാത്രത്തിൽ മാത്രം മതി എന്ന് പറയാം. പിന്നെ ഞങ്ങൾക്ക് കാപ്പിക്ക് ചേമ്പാണ്. ചേമ്പ് പുഴുങ്ങി കട്ടൻ കാപ്പി കാന്താരിമുളകും ഞാൻ പിന്നെ എനിക്കിത്തിരി ചുവന്ന മുളകും കൂടെ എടുത്തിട്ടുണ്ട്. മത്തിക്കറിയുണ്ട്, മത്തി കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റല്ലേ വെന്ത ചേമ്പ്, നല്ല ചൂടാണ്. ചൂട് ചേമ്പും സമ്മന്തി കാന്താരി സമ്മന്തിയും കൂടെ ആകുമ്പോൾ തന്നെ മതിയല്ലോ. എനിക്ക് മത്തിക്കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ഇഷ്ടമില്ലായിരിക്കില്ല, അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. ചിലപ്പോൾ കഴിക്കും, രാവിലെ അങ്ങനെ താല്പര്യമില്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ അപ്പം പെട്ടെന്ന് എടുത്തു. 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളും കാപ്പി കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സൂപ്പർ കോമ്പിനേഷൻ അല്ലേ? ചേമ്പ് പുഴുങ്ങിയതും സമ്മന്തിയും അടിപൊളിയല്ലേ? ഇന്ന് 1-ാം തീയതിയാണ് വൃശ്ചികം ഒന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.